നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് ക്വിസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാംഗോ ഡിസേർട്ടാണ്, മാംഗോ മസ്താനി. ഇതൊരു പൂനെ സ്പെഷ്യൽ ഡിസേർട്ടാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ 2 അൽഫോൺസോ മാംഗോ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കണം. 2 മാങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം മാങ്ങ സെർവ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലിടാൻ വേണ്ടി ഞാൻ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വലുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കേണ്ട മാങ്ങ മിക്സിയിലൊരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇതിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ടീസ്പൂൺ എടുത്ത് ഒരു ബൗളിൽ മാറ്റി വെക്കാം. ഇതും സെർവ് ചെയ്യുമ്പം ചേർക്കാനാണ്. ഇനി ബാക്കിയുള്ള മാങ്ങ അരച്ചതിലേക്ക് 1/2 കപ്പ് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം ചേർക്കാം. ഇതെല്ലാം കൂടെ വീണ്ടും നന്നായി അടിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ കട്ടി ഇത് ഇത്രക്കാണ്. ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കണം. അതിന് കണക്കായിട്ട് പാല് ചേർക്കാം. ഇനി മാംഗോ മസ്താനി സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് ആദ്യം മുറിച്ച് വെച്ച മാങ്ങ ഇടാം. അതിന്റെ മേലെ 1 ടീസ്പൂൺ മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയും പാലും ഐസ്ക്രീമും കൂടെ അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും മാങ്ങ മുറിച്ചതും മാംഗോ പൾപ്പും ചേർക്കാം. ഇതിന്റെ മേലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് പിസ്ത മുറിച്ചതും കുറച്ച് ബദാം മുറിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മേലെ വീണ്ടും മിക്സിയിൽ അരച്ചെടുത്ത മാങ്ങയും പാലും ഐസ്ക്രീമും കൂടെ ഉള്ളത് ചേർക്കാം. ഇതിന്റെ മേലെ 1 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീമും 1 ടേബിൾ സ്പൂൺ മാംഗോ ഐസ്ക്രീമും ചേർക്കാം. ഇതിന്റെ മേലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും പിസ്ത മുറിച്ചതും ബദാം മുറിച്ചതും. ഇതിന്റെ മേലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ നടുക്ക് ഒരു ചെറിയ പീസും കൂടെ വെച്ചു കൊടുക്കാം. ഇത് അറേഞ്ച് ചെയ്യുന്നത് നിങ്ങളെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്യാം. മാങ്ങയും പാലും ഐസ്ക്രീമും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതും ഐസ്ക്രീമുമാണ് ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയൻസ്. ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്